പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങാൻ പഠിച്ചാൽ മാത്രം പോരാ, പേപ്പർ എഴുതുമ്പോൾ കൃത്യമായിട്ട് എഴുതിയിരിക്കണം. പേപ്പറിൽ വരുത്തുന്ന മിസ്റ്റേക്കുകളാണെന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തത്, ഒരു ചോദ്യത്തിന് പലയിടങ്ങളിൽ 2-3 തവണ ഉത്തരം എഴുതുന്നുണ്ട്, അങ്ങനെ എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടില്ല. രണ്ടാമത്തെ കാര്യം, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് അറിയെങ്കിലും അറിയില്ലെങ്കിലും ഉത്തരം എന്തായാലും എഴുതാം. മൂന്നാമത്തത്, മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യന് 8 എണ്ണത്തിന് ഉത്തരം എഴുതിയാൽ മതി, പക്ഷെ 10 ചോദ്യം ഉണ്ട് എങ്കിലും 10 എണ്ണത്തിന്റെയും ഉത്തരം എന്തായാലും എഴുതുക. നാലാമത്തത്, ഒരു ചോദ്യത്തിന്റെ ഉത്തരം നിങ്ങൾക്ക് നന്നായി അറിയില്ലെങ്കിലും കുറച്ച് അറിയെങ്കിലും എന്തെങ്കിലുമൊക്കെ അല്പമൊക്കെ എഴുതി വെക്കുക. അതിനോട് റിലേറ്റ് ചെയ്ത ആൻസർ ആയാലും കുഴപ്പമില്ല, മാർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. അഞ്ചാമത്തത്, വൺ വേർഡ് ചോദ്യങ്ങളുടെ ഉത്തരം ആദ്യം തന്നെ എഴുതുന്നതാണ് നല്ലത്. പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ 2 വലിയ ആൻസറിന്റെ ഇടയിൽ എഴുതരുത്, അത് കാണാതായാൽ മാർക്ക് നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അഞ്ചാമത്തത്, ഒരു ചോദ്യത്തിന്റെ ആൻസർ എഴുതുമ്പോൾ അതിന് എത്ര മാർക്കിന്റെ ആൻസർ ആണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം എഴുതാൻ. നിങ്ങൾ കുറെ എഴുതി നേരിച്ച് മാർക്ക് കൂട്ടാൻ ചാൻസ് ഇല്ല. ആറാമത്തത്, നിങ്ങൾക്ക് ഒരുപാട് എഴുതാനുണ്ട് പക്ഷെ കുറഞ്ഞ സമയമേ ഉള്ളൂ എങ്കിൽ അവിടെ നിങ്ങൾ ചെയ്യേണ്ടത് അറിയുന്നത് കുറെ എഴുതുന്നതിന് പകരം ഓരോ ചോദ്യത്തിന്റെ ആൻസർ വളരെ ഷോർട്ട് ആക്കി കുറച്ച് എഴുതാം. അപ്പൊ നിങ്ങൾക്ക് അതിനേക്കാൾ കൂടുതൽ മാർക്ക് കിട്ടാൻ ചാൻസ് ഇവിടെയായി. ഏഴാമത്തത്, പല ആളുകളും ചെയ്യുന്ന ഒരു മിസ്റ്റേക്ക് ആണ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ നമ്പർ എഴുതിയിട്ട് ബ്ലാങ്ക് ഇടുക, ഉത്തരം അറിയില്ലെങ്കിൽ എന്നിട്ട് പിന്നീട് എഴുതാമെന്ന് വിചാരിക്കും. അത് നിങ്ങൾക്ക് മൂഡ് നഷ്ടപ്പെടാനും ടെൻഷൻ കൂട്ടാനും കാരണമാകും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. പിന്നീട് നമ്പർ ഇട്ടിട്ട് പിന്നീട് ആൻസർ എഴുതിയാലും മതിയാവും. എട്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് അഥവാ എഴുതി തെറ്റിപ്പോയാൽ ചില കുട്ടികളൊക്കെ വരഞ്ഞു കൂട്ടുന്നത് കാണാം. ഒരിക്കലും അങ്ങനെ ചെയ്ത് ജസ്റ്റ് ഒന്ന് ക്രോസ് ചെയ്താൽ മതി, പിന്നെ ആളുകൾ അത് വായിക്കില്ല. കാരണം പേപ്പർ നോക്കുന്ന ആൾക്ക് അതും വായിക്കാൻ സമയമില്ല. ഒൻപതാമത്, ഏറ്റവും പ്രധാനപ്പെട്ടത്, മറ്റുള്ളവർ അഡീഷണൽ പേപ്പർ വാങ്ങുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ടെൻഷൻ. ഒരിക്കലും അതിന്റെ ആവശ്യമില്ല. മറ്റുള്ളവർ എന്ത് ചെയ്യുന്നത് നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ പഠിച്ചത് നന്നായി പേപ്പറിൽ എഴുതാൻ വേണ്ടി പരിശ്രമിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. Skill Age. Elevate your life.